ഇന്ന് രാത്രിക്ക് നമുക്ക് ഡിന്നർ സ്പെഷ്യൽ നല്ല അയില വറുത്തതും അയിലക്കറിയുമാണ് കേട്ടോ. പിന്നെ അമ്മ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അമ്മയ്ക്ക് പരിപ്പും കുമ്പളങ്ങി ഇട്ടതും പിന്നെ ഒരു കായ തോരനും അമ്മ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് അമ്മ കാലത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൂട്ടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ട് കേട്ടോ. ഇത് രാത്രിക്ക് ഇന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചേട്ടന് നാളെ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകുമ്പോൾ ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ ഈ മീൻ കറിയും ആയല്ലോ. അതുകൊണ്ട് നമ്മൾ രാത്രി തന്നെ നല്ലൊരു മീൻ കറി വെച്ചത് കേട്ടോ. അപ്പോൾ ഇതേ മീൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മീൻ കറി ഇതേ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വെച്ചത് കൊണ്ട് പറയല്ല, അടിപൊളിയാണ് കേട്ടോ. പലതരത്തിൽ വയ്ക്കാമല്ലോ. വഴറ്റി വയ്ക്കാം, പിന്നെ ചേട്ടൻ്റെ അമ്മ മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാം കൂടി തിരുമ്പി വെക്കാം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മീൻ കറിക്ക്. അങ്ങനെ കറിക്ക് അതിന് ശേഷം ഞാൻ അമ്മയും കൂടി വാഷിംഗ് മെഷീനിൽ തുണിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തോരയിടാൻ വേണ്ടിയിട്ട് പോട്ടെ. ഇത് ഇപ്പം അമ്മ പറയുകയാണെങ്കിൽ ശരിക്കും വീട്ടിൽ വന്ന പോലെ നമുക്ക് തോന്നും, നമ്മുടെ നാട്ടിൽ വന്ന പോലെ. അതേപോലെ നമുക്ക് ഫ്ലാറ്റിൽ വന്നിട്ട് പിന്നെ പെട്ടെന്ന് വില്ലേക്ക് വന്നപ്പോൾ എനിക്ക് വില്ല അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉണ്ണികൾക്കും ഭയങ്കര ഇഷ്ടമായി. ഉണ്ണികൾക്ക് കുറേ ഫ്രണ്ട്സിനെ ഇവിടെ കിട്ടി. അപ്പോൾ ഉണ്ണികൾ മെയിൻ പറയണത് അമ്മ ഇനി ഇവിടെ നിന്നും മാറരുതിട്ടാന്ന് കേട്ടോ അവർ പറയണത്. ഭയങ്കര നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിൽ പോയ പോലെയാണ് കേട്ടോ. വില്ലയിൽ ഒന്ന് നടക്കാനും എല്ലാത്തിനും നല്ല സുഖമാണ്. ചേട്ടനും കുഞ്ഞിപ്പാർത്തി നല്ല സിനിമയ്ക്കും കണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഉണ്ണികൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മീൻ വറുത്ത എണ്ണയിൽ കുറച്ച് ചോറ് ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് കുഴച്ചപ്പോൾ നല്ല രസത്തിൽ കഴിച്ചു കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ.